കുമളയിൽ നിന്ന് കൊല്ലത്തിന് പോവുകയായിരുന്ന KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. ബസ് കൊക്കയിലേക്ക് തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ്. യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു എന്നത് ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. ജോസിലുണ്ട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം. ജോസിൽ, എങ്ങനെയാണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടത്? ഒരു വലിയ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് പറയേണ്ടി വരും. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകുന്നുണ്ട്. താഴേക്ക് പോയിരുന്നെങ്കിൽ വലിയ ദുരന്തമായി മാറിയേനെ. മനു, പുലർച്ചെ 4:40 കുമളിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന KL 15A0175 ഫാസ്റ്റ് പാസഞ്ചർ KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 7 യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരെ എല്ലാവരെയും സുരക്ഷിതമായി പുറത്ത് എത്തിച്ചിട്ടുണ്ട്. പീരുമേടിനും വണ്ടിപ്പെരിയാറിനും ഇടയ്ക്ക് അയ്യപ്പ കോളേജിന് സമീപം 55 മൈലിലാണ് സംഭവം ഉണ്ടായത്. സംഭവ സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും എല്ലാം എത്തിയിട്ടുണ്ട്. വലിയ ക്രെയിൻ സംവിധാനം കൊണ്ടുവന്നാൽ മാത്രമേ വണ്ടി ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ആളുകൾക്ക് ആളപായം ഒന്നും ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. ദൃശ്യങ്ങൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ പേടി തോന്നും. കാരണം എങ്ങനെ അത് അവിടെ തങ്ങി നിന്നു എന്നാണ് അത്ഭുതത്തോടെ നോക്കുന്നത്. ഒന്ന് മാറിയിരുന്നെങ്കിൽ വലിയ താഴ്ചയിലേക്ക് പോകുമായിരുന്നു. കാരണം ഫ്രണ്ട് വീലിൻ്റെ കുറേ ഭാഗത്തോളവും മുന്നോട്ട് കൊക്കയുടെ ഭാഗത്തേക്ക് ഇറങ്ങി ബാക്ക് വശം പൊങ്ങിയൊക്കെയാണല്ലോ അത് കിടക്കുന്നത്. അതെ, തീർച്ചയായിട്ടും വളരെ അപകടം പിടിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം എന്ന് തന്നെ വേണ്ടി പറയേണ്ടതായിട്ട് വരും. അത്തരത്തിൽ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് ഈ 7 യാത്രക്കാരും കണ്ടക്ടറും ഡ്രൈവറും എല്ലാം രക്ഷപ്പെട്ടത്. വളരെ അത്ഭുതകരമാണ്. ഏതായാലും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടോ? അപകടം അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ല. ഫയർഫോഴ്സും പോലീസും എല്ലാം സംഭവ സ്ഥലത്ത് എത്തിയതേ ഉള്ളൂ. പുലർച്ചെ സംഭവമായതുകൊണ്ട് തന്നെ വ്യക്തമായ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മനു, ശരി. ഏതായാലും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് വ്യക്തമായി കാണാം. ആ ബസ് തങ്ങി നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയും. വലിയൊരു അപകടമാണ് ഒഴിവായത്. കാരണം താഴേക്ക് പോയിരുന്നെങ്കിൽ നമുക്കറിയാം വലിയ കൊക്കയാണ്, വലിയ താഴ്ചയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത് വലിയ അപകടത്തിൽ കലാശിച്ചനെ. 7 യാത്രക്കാരും ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 2 ജീവനക്കാരും ഉൾപ്പെടെ 9 പേരാണ് ആ സമയത്ത് വണ്ടിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ വണ്ടി താഴോട്ട് പോകാത്തതുകൊണ്ട് തന്നെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു എന്നത് ഈ രാവിലെ കേൾക്കുന്ന ഏറ്റവും ആശ്വാസം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ്. ഏതായാലും ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നമുക്ക് വരും സമയങ്ങളിൽ അറിയാൻ വേണ്ടി കഴിയും. കൂടുതൽ വ്യക്തത വരും, കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തേക്ക് വരും. ജോസിലാണ് ഇപ്പോൾ പ്രാഥമികമായി കിട്ടിയ ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്.